യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളിത് കേൾക്കണം. നിങ്ങളിത് കേൾക്കാൻ വേണം. നിങ്ങളിത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുകയും വേണം. കാരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മൾ തള്ളിക്കളയരുത്. തീർച്ചയായിട്ടും കേൾക്കണം കേട്ടോ. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനം, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം രക്ഷയുടെ പൂർണ്ണത എന്താണ്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകത്തില്ല. ഇല്ലേ? ഇത് ദൈവവചനമാണ്. ഈ ദൈവവചനത്തിനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇന്ന് ആരെങ്കിലും കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നണില്ല ആരും കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന്. നമ്മുടെ വിശ്വാസമെല്ലാം എത്രയോ അകലെയാണ്. സത്യമല്ലേ? യേശുക്രിസ്തുവിൻ്റെ പേരിലാണ് ഇന്ന് ഈ സഭ നിലനിൽക്കുന്നത്. പക്ഷേ യേശുക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല. ആകെ യേശുക്രിസ്തുവായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഒരേ ഒരു കാര്യമേ നമ്മുടെ സഭയിലുള്ളൂ, സഭാവിശ്വാസികൾക്കും ഉള്ളൂ. അത് വിശുദ്ധ കുർബാനയാണ്. അതിന് പലരും മറ്റ് ഒരു അർത്ഥത്തിലാണ് ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്നത് തന്നെ. അപ്പോൾ കർത്താവിനെ എല്ലാവരും തള്ളിക്കളഞ്ഞു. കർത്താവ് യേശുവിനെ ആർക്കും വേണ്ട. കാരണം കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. ഇല്ലേ? കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, കർത്താവ് വിട്ടുപോയി. പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. കർത്താവിന് പകരം വയ്ക്കാൻ കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇല്ലേ? ശരിയല്ലേ? കർത്താവ് എവിടെ കിടക്കുന്നു? സഭാവിശ്വാസികളുടെ ജീവിതം വേറൊരു വഴിക്കാണ് പോകുന്നു. അവരെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കണ്ടുമുട്ടുന്നതും കാണേണ്ടതും അത്ഭുതങ്ങൾ നടത്തേണ്ടതെല്ലാം വേറെ ഒന്നിലാണ്. ഇല്ലേ? കർത്താവിനെ വിട്ട് ഓടുന്നവർ ഇത് തീർച്ചയായിട്ടും കേൾക്കണം. കേൾക്കാതിരിക്കരുത്. സത്യത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾ ഈ ഓട്ടം ഓടിയിട്ട് ഈ മാതാവിൻ്റെ അത്ഭുതങ്ങൾ കാണാനും വിശുദ്ധരുടെ അത്ഭുതങ്ങൾ കാണാനും ഈ ഓടിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒന്ന് പറയാമോ ആരെങ്കിലും? സാത്താൻ തരുന്ന ഒന്നും ശാശ്വതമായിരിക്കത്തില്ല. അത് നശ്വരമാണ്. ദൈവം യേശു തരുന്നതാണ് ശാശ്വതമായിട്ടുള്ളത്. പക്ഷേ അത് നമുക്ക് വേണ്ട. നമുക്ക് ഇപ്പോൾ കിട്ടണം. പക്ഷെ അത് കിട്ടത്തില്ല. ഈ കള്ളത്തരമാണ് പറയുന്നത്. യേശുവിനെ വിട്ട് വേറെ എവിടെ പോയാലും വേറെ ഒന്നിൽ ചെന്നാലും എല്ലാം കള്ളത്തരം പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ യേശുവിനെ തള്ളിക്കളയുന്നത്? എന്തുകൊണ്ടാണ് ശരിക്കും സഭ തന്നെ ഇപ്പം യേശുവിൽ നിന്ന് അകലെയാണ്? അല്ലേ? സഭ വൈദികനാണ്. ഓരോ സ്ഥലത്തും മാതാവിനെ പ്രത്യക്ഷപ്പെടുത്തുന്നതും മാതാവിനോട് സംസാരിക്കുന്നതും മാതാവിനെ കാണുന്നതും മാതാവിൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതെല്ലാം ഈ സഭയിലെ വൈദികർ തന്നെയാണ്. എന്തിനാണ് അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? അവർ പഠിച്ചതല്ലേ? അവർക്കറിയാവുന്നതല്ലേ യേശു ക്രിസ്തുവാണ് ഈ സഭയുടെ രക്ഷകൻ, യേശു ക്രിസ്തുവിലാണ് ഈ സഭ നിലനിൽക്കുന്നതെന്ന്. പിന്നെന്താണോ നമുക്കറിയത്തില്ല. ഇന്ന് പല സാക്ഷ്യങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊന്നും സത്യമല്ല. അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്. അതൊക്കെ മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ ഒരുക്കിയെടുക്കുന്നതാണ്, മനുഷ്യൻ പറയുന്നതാണ്, മനുഷ്യൻ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അല്ലേ? ശരിയല്ലേ?
നോക്കി സങ്കീർത്തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ സങ്കീർത്തനത്തിന് 16-ാം അധ്യായത്തിന് 4-ാം തിരുവചനം എന്ന് പറഞ്ഞ് അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഇത് ഒരു ശാപമാണിത്. നിങ്ങൾക്കറിയാവോ? ഒരു ശാപമാണ്. ഈശോ പറഞ്ഞ എന്നെ വിട്ട് വേറെ എവിടെ പോയാൽ അതൊരു ശാപമാണ്. ആ മാതാവിനെ നിങ്ങൾ ഇതേപോലെ നശിപ്പിക്കുക, ആ മാതാവിൻ്റെ പേരിൽ ഇതേപോലെ ദുഷ്പ്രവചനങ്ങൾ നടത്തുമ്പോൾ അത് നാശമാണത്, അതൊരു ശാപമാണത്. മാതാവിൻ്റെ ഒരു അത്ഭുതങ്ങളും ഒരു സ്ഥലത്ത് നടക്കുന്നില്ല, നടക്കുകയില്ല, കിട്ടത്തുമില്ല. ഇല്ലേ? എന്തിനു പിന്നെ നമ്മൾ ഈ ശാപം മേടിച്ച് പറ്റണേ, ഈ ദുരിതം മേടിച്ച് പറ്റണേ? എന്തായാലും കാരണം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇല്ലേ? ഇന്ന് എന്താണ് ക്രൈസ്തവ സഭയിലെ വിശ്വാസികളുടെ പ്രശ്നം എന്നാൽ ഇന്ന് യേശുവിനേക്കാൾ കൂടുതൽ ഭക്തി പരിശുദ്ധ അമ്മയോടാണ്. എന്താ അതിന് കാരണം? അമ്മ പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പലരിലും പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു, ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. എന്ത് കഷ്ടമാണ് എനിക്ക്. ആ അമ്മയുടെ ജീവിതത്തെ വെച്ചല്ലേ നമ്മൾ വിലപേശുന്നത്. ആ അമ്മ ചെയ്ത ഒരേ ഒരു തെറ്റേ ഉള്ളൂ, യേശുക്രിസ്തുവിനെ പ്രസവിച്ചു എന്നുള്ളത്. ആ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ നമ്മൾ കൊടുക്കണോ? നമുക്കറിയത്തില്ല. യേശുവിൻ്റെ ഏറ്റവും വലിയ വേദനയും അത് തന്നെയാണ്. അതൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇത് ഒരു വലിയ തെറ്റല്ലേ അത്? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പല പ്രാവശ്യം പലാവൃത്തി പറഞ്ഞിട്ടുണ്ട്, മാതാവ് ഭൂമിയിൽ ഒരു അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടില്ല, മാതാവ് മരണശേഷം ഒരു സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഇല്ലേ? ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഇല്ലേ? അതല്ലേ ശരി? കർത്താവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ യേശുവിൻ്റെ പുറകെ മാതാവിൻ്റെ പുറകെ പോയിരിക്കുന്നത്. എന്ത് ചാവോ, എന്ത് വേദനയാ, ഇല്ലേ? ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഇന്ന് മാർപ്പാപ്പ പറഞ്ഞില്ലേ? ഇല്ലേ? മാതാവ് സകലരക്ഷകയല്ല, മാതാവ് യേശുവിന് ജന്മം കൊടുത്തു എന്ന ഒരു മഹത്വം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തിന്? നിങ്ങൾ മാർപ്പാപ്പയുടെ വാക്കൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞില്ലേ? നമ്മൾ വലിയ പരിശുദ്ധരാണ്, നമ്മളെല്ലാം വിശ്വാസികളാണ്, നമ്മളെല്ലാം പൂർവികരുടെ പുറകെ പോകുന്നവരാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മാർപ്പാപ്പ പറഞ്ഞ വാക്ക് നിങ്ങൾ സ്വീകരിക്കാത്തത്? എന്തുകൊണ്ട് മാർപ്പാപ്പനെ തള്ളിക്കളഞ്ഞു? ഇത് മാർപ്പാപ്പ വെറുതെ പറഞ്ഞല്ല, യേശു പറയിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഓടുക എങ്ങട്? എല്ലാവർക്കും മാതാവ്, വിശുദ്ധർ, ഇല്ലേ? അതൊക്കെ തെറ്റാണ്, വലിയ തെറ്റാണ്. നമ്മുടെ കുടുംബങ്ങളുടെ നാശത്തിന് ഏറ്റവും വലിയ തെറ്റാണ്, അല്ലേ? നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് ബൈബിൾ വായിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് വരങ്ങളും ദാനങ്ങളോ ദർശനങ്ങളോ സ്പർശനങ്ങളോ ഒന്നും വേണ്ട, അല്ല വായിക്കുന്നില്ലേ? രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള അതേ സ്ഥാനമാണ് വിശുദ്ധ യേശുപിതാവിനുള്ളത്, അല്ലേ? വിശുദ്ധ യേശുപിതാവിന് പങ്കുണ്ട് രക്ഷാകര പദ്ധതിയിൽ. മാതാവിന് മാത്രമല്ല, യേശുപിതാവിനും ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശുപിതാവിനും ദൈവദൂതൻ്റെ ദർശനങ്ങളും ഒക്കെ കേട്ടിട്ടാണ് യേശുപിതാവിന് ഇറങ്ങി വന്നേക്കുന്നത്. അപ്പോൾ രക്ഷാകര പദ്ധതിയിൽ മാതാവ് മാത്രമല്ല, യേശുപിതാവിനും വേണം, ഇല്ലേ? രണ്ടുപേർക്കും തുല്യാവകാശമാണ്. ഇന്നിപ്പം ഔസപിതാവിനെ എല്ലാവരും അകറ്റിക്കളഞ്ഞ് പള്ളിയുടെയൊക്കെ ഒരു മൂലക്ക ഒരു കോണിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും ഒരു പ്രതിമ. ശരിയല്ലേ? ഇത് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊന്ന് ചിന്തിക്കുക. കർത്താവായി യേശുവിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. എല്ലാ പ്രമാണങ്ങളിലും എല്ലാ ഇതിലും പറയുന്നത് കർത്താവായ യേശു. ആ യേശുവിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞോടല്ലേ ഇത്തരം കോഷ്ടികളൊക്കെ നമ്മൾ കാണിക്കുന്നത്, അല്ലേ? യേശുവിനെ സംരക്ഷിച്ചതും വളർത്തിയതും യേശുപിതാവാണ്. ആ യേശുപിതാവിനെ തള്ളിക്കളഞ്ഞേക്കണേ. മത്തായിയുടെ സുവിശേഷം 1:20 പറഞ്ഞ് കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധ ആത്മാവിനാണ്.
ഇല്ലേ? ഇതും ദൈവദൂതന് പറഞ്ഞതാ, ഇത് ദൈവത്തിൻ്റെ സ്വര, ഇത് ദൈവത്തിൻ്റെ ദൂതൻ സംസാരിച്ചതാ. യേശുപിതാവെന്ന് സമ്മതിച്ചില്ലെങ്കിലോ? അപ്പോൾ യേശുപിതാവിനെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടല്ലേ യേശുപിതാവ് അത് സമ്മതിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പല്ലേ അവിടെ നടന്നത്. പരിശുദ്ധമ്മയെ പോലെ യേശുപിതാവും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ദൈവത്തിൻ്റെ. അതുകൊണ്ടല്ലേ മനുഷ്യനായ യേശുപിതാവ് അത് സമ്മതിച്ച്. വേറെ ആരും സമ്മതിക്കുമോ? ഇല്ല. അത് തന്നെ. അതുകൊണ്ടാണ് യേശുപിതാവിന് ബൈബിളിലൊരു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഈ സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണത്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണത്, അല്ലേ? എന്താ പറയണേ? അവൻ നീതിമാനായിരുന്നു, അവൻ നീതിമാനായിരുന്നു. ആ നീതിമാനായ യേശുപിതാവിനെയാണ് നമ്മൾ തള്ളിക്കളഞ്ഞേക്കണത്. ഇപ്പം ഈ ലത്തീൻ സഭക്കാർ എറണാകുളത്ത് നടത്തുന്ന സംഭവമുണ്ട്. യേശുപിതാവ് ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നത്തിൽ, യേശുപിതാവ് ഉറങ്ങിക്കിടക്കുന്ന യേശുപിതാവിൻ്റെ സ്വപ്നത്തെ എന്ന് പറഞ്ഞിട്ട് ഒരു നൊവേനെ എന്തൊക്കെയുണ്ട് അത് നടത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യേശുപിതാവിനെ തള്ളിക്കളഞ്ഞ് മാതാവിനെ മാത്രം എല്ലായിടത്തും പ്രൊജക്റ്റ് ചെയ്യണേ? മാതാവ് മാത്രം എല്ലാവർക്കും മുമ്പിൽ, മാതാവിൻ്റെ മാത്രം എല്ലാ അത്ഭുതങ്ങൾ, മാതാവ് സംസാരിക്കുന്നു. ഇതൊക്കെ തോന്നിവാസങ്ങളാണ് പറയണേ. എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. അതും ഒരു വൈദികൻ്റെ കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുന്നു, ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചാൽ പലതും സംഭവിക്കും, നടക്കുന്നു. ഇല്ലേ? വെളിച്ചെണ്ണ തൂത്താൽ പലതും സംഭവിക്കുന്നു. കാശുരൂപം വെച്ച് ജോലിക്ക് ശ്രമിക്കുന്നു. 50 ചോദ്യത്തിൽ 100 ചോദ്യത്തിന് ഉത്തരം എഴുതി ഈ കാശ് രൂപം വെച്ചിട്ട്. 50 ചോദ്യമേ ഉള്ളൂ, അതിന് 100 ഉത്തരം എഴുതി ഒരു പിള്ളേർത്തി ജോലിയും കിട്ടി എന്നാണ് പറയണത്. അത് ദൈവത്തിനറിയാം. അതൊക്കെ അന്വേഷിച്ചറിയാം ജോലി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും. ഇത് വല്ല ഉടമ്പടിയോ? ആരുടെ ഉടമ്പടി? എന്തുടമ്പടി? ഇതൊരു വൈദികൻ ചെയ്യുന്ന പണിയാണ്. ഇതിനെ സഭ നിയന്ത്രിക്കണം, ഇതിനെ സഭ തടയണം. എന്തുകൊണ്ടാണ് തടയാത്തേ? എന്തുകൊണ്ടാണ് തടയാത്തേ? പത്രം അരച്ച് കലക്കി കുടിക്കുന്നു. ഉടമ്പടി വെച്ച പത്രം അരച്ച് കലക്കി കുടിച്ച രോഗം മാറും. എന്തൊക്കെയാണ് കേൾക്കുന്നത് വിചാരത്തിൽ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ വാക്ക്, അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ശരിക്കും അന്യദേവന്മാരല്ലേ ഇത് അന്യദേവരുടെ ഒരു പ്രസ്ഥാനമല്ലേ കാണുന്നത്. ഒരു അൽമായിൻ്റെ പ്രസ്ഥാനമാണ് തുടങ്ങിയതെങ്കിൽ പണ്ടേ തല്ലിപ്പൊളിച്ച് വന്നതന്നെ. എന്തീ കാണുന്നത്? ഒരു ലോഡ് ഉപ്പാണ് കഴിഞ്ഞ ദിവസം വന്നിറങ്ങിയത്. ഇത് തെറ്റാണ്. ഇതിനൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. മനസ്സിലായില്ലേ? യേശുപിതാവില്ലാത്തൊരു രക്ഷാകര പദ്ധതി ഇല്ല. യേശുപിതാവിനെ ഉണ്ടെങ്കിൽ പരിശുദ്ധമ്മയ്ക്ക് സ്ഥാനമുള്ളൂ, ഇല്ലെങ്കിൽ പരിശുദ്ധമ്മയ്ക്ക് സ്ഥാനമില്ല. പരിശുദ്ധമ്മ ചെയ്യുന്ന പറഞ്ഞാൽ തൻ്റെ പുത്രനെ പ്രസവിച്ചു, യേശുവിൻ്റെ പുത്രനെ പ്രസവിച്ചു. മനസ്സിലായില്ലേ? അത്രേ പരിശുദ്ധമ്മയുടെ സ്ഥാനത്തിൽ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. ആ കാനായിലെ കല്യാണത്തിന് എന്താ പറഞ്ഞ്? നിങ്ങൾ അവൻ പറയുന്നത് കേൾക്കുക, അവൻ പറയുന്നത് ചെയ്യുക, ഇല്ലേ? നിങ്ങൾ അവനെ ആശ്രയിക്കുക, നിങ്ങൾ അവൻ്റെ പിറകെ പോവുക, നിങ്ങൾ അവനിൽ മാത്രം ആശ്രയിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എന്തിനാ അവനെ തള്ളിക്കളയുന്നത്? യേശുവിനെ തള്ളിക്കളയുക. പാവം യേശുവിനെ തള്ളിക്കളയുക. യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് എങ്ങടെ ഓടുന്നത്? ഈ ഉപ്പിലേക്കും വെളിച്ചെണ്ണയിലേക്കും മണ്ണെണ്ണയിലേക്കും ഒക്കെയാണ് ഓടുന്നത് അത്ഭുതങ്ങൾ കാണാൻ. വ്യക്തമായിട്ട് പറഞ്ഞില്ലേ മാർപ്പാപ്പ? മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, സഹരക്ഷകയല്ല എന്ന്. എന്തിനാ മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞെന്നറിയോ? സഹരക്ഷകയല്ല എന്ന് പറയാൻ കാരണം വിശ്വാസികൾ പിന്തിരിയണം, വിശ്വാസികൾ അതിൽ നിന്ന് മാറണം. മനസ്സിലായില്ലേ? വിശ്വാസികൾ യേശുവിൻ്റെക്ക് പോകണം. യേശുക്രിസ്തുവാണ് സഭയുടെ രക്ഷകൻ, യേശുക്രിസ്തുവാണ് സഭയിലുള്ളത്, യേശുക്രിസ്തുവിൻ്റെ മുമ്പിലാണ് നമ്മൾ യാചിക്കേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിന് പകരം ഓട്ടുകയാണ്.
എന്തോട്ടാണ് കൊടുക്കുന്നത്. എന്നാ കൃപാസനം. ഇനിയിപ്പോൾ അടുത്ത് തുടങ്ങും. ഇതിപ്പോൾ കൃപാസനത്തിൻ്റെ ഏതാണ്ടൊരു മങ്ങി തുടങ്ങിയിട്ടുണ്ട്. കൃപാസനം ഏതാണ്ട് മങ്ങി, അതിൻ്റെ വളർച്ച ഏതാണ്ട് തിന്നു, അവർക്ക് കിട്ടാനുള്ള കിട്ടി. ഇതെല്ലാം സമ്പത്തിന് വേണ്ടിയിട്ടാണ്, അത് ഓർക്കണം. അല്ലാണ്ട് നിങ്ങൾ ഇത് വെറുതെ കാണിക്കുന്നത്, ഇത് വെറുതെയാണ് നിങ്ങൾക്ക് ഉപ്പ് തന്നെങ്കിൽ, വെറുതെയാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ, വെറുതെയാണ് പത്രം തന്നെയെങ്കിൽ, വെറുതെയാണ് അവിടുത്തെ മണ്ണെണ്ണ തന്നെയെങ്കിൽ. അല്ല, പൈസ കൊടുക്കണം. അപ്പോൾ ഇത് കച്ചവടമാണ്. പണ്ട് ഈശോ ജെറുസലേം ദേവാലയത്തിൽ ചാട്ട എടുത്ത പോലെ ഇനിയും മനുഷ്യൻ ചാട്ടയെടുക്കും. സത്യമാണ്. നോക്കിക്കോ, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ, ഈ തെറ്റായ പ്രവൃത്തികൾ കണ്ട് ജനം നിങ്ങൾക്കെതിരെ ചാട്ടയെടുത്ത് വരും. അതിന് വലിയ താമസമൊന്നും ഉണ്ടാകത്തില്ല. അവിടെ ഇതൊക്കെ നിർത്തുക, ഇതൊക്കെ നിർത്തണം. ഈ മാതാവിനെ വെച്ചുള്ള കച്ചവടം നിർത്തണം. കർത്താവായ യേശു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നതാണ്. ഇല്ലേ? ശരിയല്ലേ? എനിക്ക് തോന്നുന്നത് ഇത് നശിച്ചുകൊണ്ടിരിക്കുക, ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുക. എന്നാണ് ഈ ലോകത്ത് ജനം യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? ഇന്ന് ഈ ലോകത്തിൻ്റെ ഗതി നശിച്ചില്ലേ? കുടുംബങ്ങൾ, വ്യക്തികൾ ഒക്കെ നാശമല്ലേ? ഇല്ലേ? നമ്മുടെ നാട്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളൊക്കെ ജീവിക്കുന്ന നാടിൻ്റെ അവസ്ഥ എന്താണ്? പരസ്പരം വെട്ടിക്കൊല്ലുന്നു, തല്ലുന്നു, കൊല ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരു ലോകമായി മാറി. ഇല്ലേ? നമ്മുടെ കുടുംബങ്ങൾ നോക്കി, നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കഴുത്തറത്ത് കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, ഞെക്കിക്കൊല്ലുന്നു, കത്തിച്ചു കൊല്ലുന്നു. നിങ്ങളിതൊന്ന് ചിന്തിക്കുക, നിങ്ങളിതൊന്ന് കണ്ണ് തുറക്ക്, നിങ്ങളിതൊക്കെ ഒന്ന് കേൾക്ക്, നിങ്ങളിതൊന്ന് പങ്കുവെക്കുക. അല്ലാതെ ഇതിനൊന്ന് വിമർശിക്കാനല്ല നോക്കണ്ടേ. ഇത് നിങ്ങൾ പങ്കുവെച്ച് മറ്റുള്ളവർക്ക് കൂടി അതൊന്ന് പങ്കുവെച്ച് കൊടുക്ക്, കാണട്ടെ, കേൾക്കട്ടെ. ഇത് കുടുംബങ്ങളുടെ അവസ്ഥ എന്താ? മാതാപിതാക്കളെ കൊല്ലുക, ഇല്ലേ? പച്ചയ്ക്ക് തീ കൊടുക്കുക. ഒരു വശത്ത് മാതാപിതാക്കളെ കൊല്ലുന്നു, ഒരു വശത്ത് മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ, കൊച്ചു കുട്ടികളെയൊക്കെ ചുമ്മാ നിഷ്കാരണമായി കൊന്നുകളെ തള്ളുകയില്ലേ ഈ ലോകത്തിപ്പം, ഈ ഭൂമി. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയോ നമ്മൾ വടക്കോട്ടത്തും പോണ്ട, തെക്കോട്ടും പോണ്ട, കിഴക്കോട്ടും പോണ്ട, നമ്മൾ വസിക്കുന്ന ഈ ദൈവത്തിൻ്റെ നാടായ ഈ കേരളത്തിൽ നടക്കുന്ന എന്താ? എന്നും കൊലപാതകമല്ലാത്ത ഒന്നും കേൾക്കാനില്ല. എന്താ അതിൻ്റെ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. യേശു ക്രിസ്തുവിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു. നിങ്ങൾ അന്യദേവന്മാരുടെ പുറകെ പോവുക, വിഗ്രഹങ്ങളുടെ പുറകെ പോവുക, വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരിക്കുക. ഇല്ലേ? അത് സഭയെ നിയന്ത്രിക്കുന്ന വൈദികർ ചെയ്യേണ്ട കാര്യം. അത് വൈദികർ നിയന്ത്രിക്കണം. ഇതെല്ലാം സഭാ വൈദിക നേതാക്കളുണ്ട്, മെത്രാനുണ്ട്, കർദിനാളുണ്ട്. അവരെല്ലാം ഇത് നിയന്ത്രിക്കണം. ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുക. സമ്പത്തിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് ഒരു സഭയുടെ വിശ്വാസം, ഒരു സഭയുടെ രക്ഷ. ഇല്ലെങ്കിൽ സഭയുടെ ഒന്നും ആവശ്യമില്ല, ഒരു സഭയുടെ ആവശ്യമില്ല. മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തുക, മനുഷ്യൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. ഇല്ലേ? ഇത് നോക്കിയില്ലേ? മിക്ക വീടുകളിലും മക്കൾ വന്ന് മാതാപിതാക്കളെ കഴുത്തറുത്ത് പോലെ, പച്ചയ്ക്ക് കഴുത്തറുത്ത്, ജീവൻ നൽകിയ മാതാപിതാക്കളെ എന്നെ കഴുത്തറുത്ത് പോലെയാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? യേശുവിനെ തള്ളിക്കളഞ്ഞു. യേശു ഇല്ല. മാതാവിനെയും വിശുദ്ധരും മാത്രമാണ് ക്രൈസ്തവ സഭക്കാർ ആരാധിക്കുന്നത്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? എവിടെയാ അത് ഇതിൻ്റെ പൂർണ്ണത? കഷ്ടമാണ് കേട്ടോ, വളരെ കഷ്ടമാണത്. മുമ്പൊക്കെ ജനങ്ങൾ വൈദികരെ ഭയങ്കര വിശ്വാസമായിരുന്നു, ബഹുമാനമായിരുന്നു. ഇന്നതില്ല. ഇന്ന് അവർക്കതില്ല. കാരണം അവരുടെ ജീവിതം അവരങ്ങനെ ആക്കിയത് കൊണ്ട് അവരോടുള്ള ഇത് നഷ്ടപ്പെട്ടു. എൻ്റെ പൊന്നെ, ദൈവത്തെ ഓർത്ത് ഈ രാജ്യം നന്നാവാൻ, ഈ നാട് നന്നാവാൻ, വേണ്ട രാജ്യത്തെ നാടിനെ ഒന്നും നമ്മൾ നന്നാക്കാൻ പോകണ്ട. നമ്മുടെ കുടുംബങ്ങളെ നന്നാക്കുക, നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കുക. നിങ്ങൾ ഈ ഉടമ്പടിയും പടമ്പടിയും എല്ലാം വിട്. പോയി നശിക്കുക. മക്കളൊക്കെ പോയി ഈ സാത്താൻ്റെ പിടിയിൽ നിന്നും കയറി വന്നിട്ട് പോയി നശിക്കുക, നാശത്തിലേക്ക് പോണേ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ കൃപാസനത്തിലെ സാധനങ്ങളൊക്കെ എടുത്ത് കള. അതൊക്കെ പിശാചിൻ്റേതാണ്.
പിശാചിനെ മാതാവ് ഒരിക്കലും ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഒരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഞാനല്ല പറഞ്ഞത്, ഇത് രാജു എന്ന് ഞാനല്ല പറഞ്ഞത്, ഇത് യേശു പറഞ്ഞ. ഒരു സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ഒരാളുടെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, പെട്ടിട്ടില്ല, 100% ഉറപ്പാണ്. എന്നിട്ട് ഒരു വൈദികന് കടപ്പുറത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കള്ളത്തരല്ലേ പറഞ്ഞത്, അങ്ങേരുടെ ഉടുപ്പൊക്കെ ഊരിക്കളയണം. എന്ത് പച്ചക്കള്ള ഇപ്പോഴും അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുക, ഈ രാജ്യം നശിച്ചുകൊണ്ടിരിക്കുക, ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുക, ഈ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളെല്ലാം നശിച്ച് നാറാണക്കല്ലിൽ പറിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? അവരുടെ ലക്ഷ്യവും അവരുടെ യാത്രയും അവരുടെ ഇതും എല്ലാം യേശുവിനപ്പുറമാണ്. യേശു ഇല്ല, യേശു ആർക്കുമില്ല. ഒരു കുർബാന പോയി കാണണം, അതും യോഗ്യതയോടെ ആരും ഇന്ന് കുർബാന സ്വീകരിക്കുന്നുമില്ല. ഇത് കഷ്ടമാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റേതല്ല, എനിക്കിതൊന്നും പറയാനുള്ള കഴിവും പ്രാപ്തിയോ അറിവോ ഒന്നും എനിക്കില്ല, യോഗ്യതയില്ല. പക്ഷേ ഈശോയുടെ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈശോ എന്നോട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണം, നിങ്ങളുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തണം. നിങ്ങൾ വിട്ടുകളാ. ഈ കൃപാസനവും ആസനവും ഈ ആസനവും മറിയാസനവും ഒന്നുമില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മനസ്സിലായില്ലേ? കർത്താവായ യേശു വിശ്വസിക്കുക. നിങ്ങൾ ബൈബിളൊക്കെ വായിക്കും, ഇത് കാണുക. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 31-ാം വചനത്തിലാണ് പറയുന്നത്, കർത്താവായ യേശു വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇല്ലേ? യോഹന്നാന്റെ പുസ്തകം 8:32 പറയുന്നുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാകും. എന്നാ ഈ സത്യം നിങ്ങൾ ബോധ്യപ്പെടുന്നത്? എന്നാ ഈ സത്യം നിങ്ങൾ സ്വീകരിക്കുന്നത്? എന്നാണ് ഈ സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളാൻ പോകുന്നത്? ഇല്ലേ? എന്നാ ഈ കെട്ടിൽ നിങ്ങൾ രക്ഷപ്പെടുന്നത്? ഇപ്പോൾ സത്യത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ അസത്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ സത്യം നിങ്ങൾക്ക് കേൾക്കണ്ട, സത്യം നിങ്ങൾക്ക് ആവശ്യമില്ല. ശരിയല്ലേ? ഇല്ലേ? ശരിയാ. സത്യം പറഞ്ഞ ആ യോഹന്നാന്റെ സുവിശേഷം 8:40 പറയുന്നത് വെച്ചാൽ, സത്യം ദൈവത്തിൽ നിന്ന് കേട്ട വാക്കുകൾ പറഞ്ഞ യേശുവിനെ നിങ്ങൾ കൊല്ലാൻ നോക്കി. യേശുവിൽ നിന്ന് കേട്ട വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നെ നിങ്ങൾ തള്ളിക്കളയുക. എന്ത് കാര്യത്തിന്? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇപ്പോൾ കിട്ടുന്നത് ഇത് കള്ളത്തരാ. ഈ സാക്ഷ്യങ്ങളെല്ലാം കള്ളത്തരങ്ങളാണ്. ഞാൻ ധ്യാനം നടത്തിയപ്പം അവിടെയും സാക്ഷ്യത്തിന് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറ്റത്തില്ല, സാക്ഷ്യം പറയണ്ടല്ല. സാക്ഷ്യം പറയുകയല്ല വേണ്ടേ, നിങ്ങൾ സാക്ഷ്യം ജീവിച്ച് കാണിക്കണം. ഇല്ലേ? സാക്ഷ്യം ജീവിച്ച് കാണിക്കണം. അല്ലാതെ സാക്ഷ്യം വിളിച്ച് പറഞ്ഞ ആളെ കൂട്ടിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഞാൻ ഒരാളെ കൊണ്ടും ഒരു സാക്ഷ്യവും ഞാൻ പറയിപ്പിച്ചിട്ടില്ല ഞാൻ നടത്തിയ ധ്യാനത്തിന്. എനിക്ക് ആളെ കൂട്ടേണ്ട കാര്യമില്ല. എനിക്ക് വരുന്നവരെ രക്ഷപ്പെടുത്തി കൊടുക്കാമെന്ന് മാത്രമല്ല എൻ്റെ ദൗത്യം. എനിക്ക് ആരുടെ ഒരു പൈസയും വേണ്ട, എനിക്ക് ആരുടെ മുമ്പിലും വലിയ ആളാകുകയും വേണ്ട. എനിക്ക് വലിയ ആളാകാനാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ വലിയ ആളാകുമായിരുന്നു. മനസ്സിലല്ലേ? നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ കർത്താവ്, ആ യേശുവിൻ്റെ കരച്ചിലിന് ഒരു സമാശ്വാസം കൊടുക്കുക. ഈ കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ, നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടട്ടെ, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടട്ടെ. ഈ ബൈബിളിലാണ് പറഞ്ഞത്, ഞാൻ വെറുതെ പറഞ്ഞല്ല. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിന് 31-ാം തിരുവചനം ഞാൻ വിളിച്ച് പറഞ്ഞു. രക്ഷ പ്രാപിക്കാൻ എന്താ പറഞ്ഞത്? അതിനകത്ത് അത് നിങ്ങൾ എടുത്ത് വായിക്കി. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്തിനാണ് രക്ഷ പ്രാപിക്കാൻ? ഇല്ലേ? ഇന്ന് രക്ഷ പ്രാപിക്കാൻ നിങ്ങൾ എങ്ങടെ ഓടണേ? കൃപാസനത്തിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ ധ്യാനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ അത്ഭുതം കാണാൻ. ശരിയല്ലേ? ഇല്ലേ? വളരെ വ്യക്തമായിട്ട് പൗലോസിലെ പറഞ്ഞിരിക്കുന്നത്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അത് നിങ്ങളൊന്ന് തിരിച്ചു നോക്കി. എൻ്റെ കർത്താവെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കി. അപ്പോൾ പറയും, കർത്താവായി യേശു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇനിയെങ്കിലും
ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സ്വസ്ഥമാക്ക്, ശാന്തമാക്ക്. നിങ്ങളെല്ലാം വിട്ടുകള, ആ കർത്താവിൻ്റെ മുമ്പിൽ ചെല്ല്. ഞാൻ എന്നും പറയാറില്ല, ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേറെ ഒന്നും പോകണ്ട. നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയാണോ, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, നിങ്ങൾ ആ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഇടവക പള്ളിയിൽ മാത്രം പോയി ആ ഇടവക പള്ളിയിൽ തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ മുമ്പിൽ പോയി സ്വസ്ഥമായി ഇരിക്കുക. 1 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ പോയിരിക്കുക. തക്ക സമയത്ത് കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്മയോടെ ഇരിക്കുക. തക്ക സമയത്ത് നിന്നെ ഉയർത്തപ്പെടും. ആ തക്ക സമയത്തിന് വേണ്ടി ആ കർത്താവിൻ്റെ മുമ്പിൽ പോയി കണ്ണീരോടെ ഇരിക്കുക. ഒന്നും പറയണ്ട. നിങ്ങൾ കൈവെട്ടി വച്ചുകൊടുത്ത് പ്രാർത്ഥിക്കാനോ സ്തുതിക്കാനോ പ്രാർത്ഥന ഗ്രൂപ്പിൽ പോയി വേറുണ്ടാക്കാനോ ഒന്നും പോകണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1 മണിക്കൂർ ആ കർത്താവിൻ്റെ തിരുമുമ്പിൽ പോയിരിക്കുക, ശാന്തമായിരിക്കുക. നിൻ്റെ കതവെല്ലാം അടക്കി, നിൻ്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങളെല്ലാം അടച്ച് സ്വസ്ഥമായി ആ യേശുവിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിരിക്കുക, ശാന്തമായിരിക്കുക. നിങ്ങളെ അറിയുന്ന, നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്ന ആ കർത്താവ് നിങ്ങൾക്ക് സമാധാനം തരും, നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരും. അല്ലാതെ ഈ ഓടുകയല്ല വേണ്ടത്, നെട്ടോട്ടം ഓടുകയല്ല വേണ്ടത്. അതിനാണ് നിങ്ങൾക്ക് ഇടവക പള്ളി. ഇപ്പം മുട്ടിന് ഇടവക പള്ളിയുണ്ട് ഇല്ലേ, ഓരോ പ്രദേശം. ആർക്കും ദൂരെ പോകാൻ വേണ്ട, എന്നിട്ട് പോവുക. മുറ്റത്ത് കിടക്കിട മുല്ലേ തള്ളിയിട്ടിട്ട് പോവുക. അന്യൻ്റെ വീട്ടിലെ മറ്റേ നമ്മുടെ മണം കേൾക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ? അത്ഭുതം കാണാനാ. സത്യമല്ലേ? ഇല്ലേ? എന്തെല്ലാം ധ്യാനങ്ങൾ ഇന്ന് നടക്കണേ, എന്തൊക്കെ ധ്യാനം നടക്കണേ. ധ്യാനത്തിന് വേറെ പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല, മനസ്സിലായില്ലേ? യേശുവിൻ്റെ വചനപ്രഘോഷണം അതിൻ്റെ കൂടെ ഉണ്ട്. എന്നാണ്? രോഗശാന്തി ശുശ്രൂഷ. യേശുവിൻ്റെ വചനത്തിൻ്റെ കൂടെ ഒക്കെയാണ് രോഗശാന്തി ശുശ്രൂഷ. എന്ത് രോഗശാന്തി? ആർക്ക് രോഗശാന്തി? അതാണ് ധ്യാനം. അല്ല. കടം വിടുന്നതാണോ ധ്യാനം? അല്ല. കല്യാണം നടത്തലാണോ ധ്യാനം? അല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൽ കുറവ് വരുമ്പോൾ അതിനെ പുതുക്കുന്നതാണ് ധ്യാനം. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. മറ്റതെല്ലാം തട്ടിപ്പാണ്, കാശിന് വേണ്ടിയുള്ള തട്ടിപ്പാണ്. പണം മേടിക്കാതെ ഒരു ധ്യാനവും നടക്കാറില്ല. സ്തോത്രകാഴ്ച മേടിക്കാത്ത ഒരു ധ്യാനവും നടത്താറില്ല. ശരിയല്ലേ? അപ്പോൾ അവിടെ എന്താ? യേശു എവിടെയെങ്കിലും സ്തോത്രകാഴ്ച മേടിച്ചിട്ടുണ്ടോ? യേശു എവിടെയെങ്കിലും രോഗശാന്തി ശുശ്രൂഷ നടത്തി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ധ്യാനത്തിൻ്റെ കൂടെ യേശു എഴുതി വെച്ചിട്ടുണ്ടോ? ധ്യാനം, രോഗശാന്തി ശുശ്രൂഷ. വചനം എന്നതെന്താ? സത്യമാണ്, ഇല്ലേ? വചനം ശൂന്യതയിൽ നിന്ന് വന്നാണ് വചനം. ആ വചനത്തെയാണ് സ്വീകരിക്കേണ്ടത് നമ്മൾ. അത് ജാതി മതഭേദം എന്ന് എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് ദൈവവചനം. എല്ലാവരും ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. അതിനുശേഷം മതങ്ങൾ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം നിർത്തണം. ഈ തട്ടിപ്പിൻ്റെ പുറകെ വന്ന് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ പോകരുത്. നിങ്ങൾ പോയില്ലെങ്കിൽ ഇതെല്ലാം താനെ നിന്ന് പോകും. നിങ്ങൾ പോയില്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം താനെ നിന്ന് പോകും. നല്ല വചനപ്രഘോഷണം കേൾക്കാൻ പറ്റും. നല്ല വചനപ്രഘോഷണം, ദൈവവചനം മാത്രം. മനസ്സിലല്ലേ? പുതിയ നിയമത്തിൻ്റെ ആ വചനങ്ങൾ യേശു പറഞ്ഞത് ഇല്ലേ? യേശു ഭൂമിയിൽ നടത്തിയതും പറഞ്ഞതും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പുതിയ നിയമത്തിലുണ്ട്. അത് മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. നിങ്ങൾ പഴയ നിയമത്തിലൊന്നും പോയി രക്ഷപ്പെടണ്ട. ഈ പുതിയ നിയമം മാത്രം കേട്ടാൽ മതി. പൗലോസ്ലീഹ പറഞ്ഞ എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. പൗലോസ്ലീഹ ഇവിടെ പണത്തിന് വേണ്ടി പറഞ്ഞതല്ല. പൗലോസ്ലീഹ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടാമെങ്കിൽ ഈ നാട്, നിങ്ങളുടെ കുടുംബത്തിലെ കൊലപാതകങ്ങൾ നിൽക്കാൻ വേണ്ടി, നിങ്ങളുടെ മക്കളുടെ ദുഷിച്ച ജീവിതം നിൽക്കാൻ വേണ്ടിയിട്ട് എങ്കിലും, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഈ ആശ്രമങ്ങളും ഈസനങ്ങളും ഒക്കെ നിർത്തിയിട്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുകയും വിട്. ഒരു വിശുദ്ധനെയും പുറകെ നിങ്ങൾ പോകരുത്. ഒരു വിശുദ്ധൻ്റെ പുറകെ നിങ്ങൾ പോകണ്ട. ഒരു വിശുദ്ധൻ്റെ പെട്ടിയിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇടണ്ട. മനസ്സിലല്ലേ? ഒരു വിശുദ്ധൻ്റെ പെട്ടിയിലും കൊണ്ട് പൈസ ഇടണ്ട. വിധവയുടെ കാണിക്കാണ് കർത്താവ് ആവശ്യപ്പെട്ട്. ആ തുട്ടുകൾ, ആ നേർച്ച തുട്ടുകൾ, അതാണ് നിങ്ങൾ ഇടേണ്ടത്. അല്ലാണ്ട് ഈ കെട്ടുകണക്കിനെ കൊണ്ട് ഇട്ടിട്ട് നിങ്ങളുടെ കാര്യം കാണാനല്ല. ദൈവത്തിന് പൈസയുടെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഈ വിശുദ്ധരെയും പരിശുദ്ധ അമ്മേനെയൊക്കെ മാറ്റി നിർത്ത്. അതൊക്കെ വേണം, തള്ളിക്കളയണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ വേണം. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിയിലേക്ക് അവരെ കൊണ്ടുവരിക, കർത്താവിനെ മുന്നിൽ നിർത്തുക. യേശു ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെല്ലാം. എന്താ ഒരു ബലി അർപ്പിക്കാൻ ചെന്നാൽ, ഒരു കുർബാന കാണാൻ ചെന്നാൽ അവിടെയും കുറേ ഭാഗം എന്താ പറയുക, അവർ ഇവരെയാണ് പുകഴ്ത്തുന്നത്.
നല്ലൊരു ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം കേൾക്കാറുണ്ടോ? നമ്മുടെ പള്ളികളിലൊക്കെ ഞായറാഴ്ചയൊക്കെ വായിക്കുന്ന ബൈബിളിൻ്റെ അതിനകത്ത് ഒരു നല്ല വ്യാഖ്യാനം കേൾക്കാറുണ്ടോ? ആ ബൈബിളിനെക്കുറിച്ച്, ആ ബൈബിളിൽ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു നല്ല കാര്യം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കാട് കയറി പോവുക, അവരുടെ പ്രസംഗം വേറെ 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 വഴിയിലേക്ക് പോവുക. എൻ്റെ പൊന്നെ, ആ കർത്താവിൻ്റെ കരച്ചിലിന്, ആ കർത്താവിൻ്റെ വേദനയ്ക്ക് ഒരു പരിഹാരം കാണാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളിതെല്ലാം അവസാനിപ്പിക്കുക, കർത്താവിൻ്റെ വഴിയെ പോകും. കർത്താവായി യേശു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരാൾ കേട്ടാൽ മതി. ആ കേൾക്കുന്ന ആളെങ്കിലും ഇത് മറ്റുള്ളവരോട് പങ്കുവെച്ച് കൊടുക്കുക. എനിക്കിതിനകത്ത് ലൈക്കും ഷെയറും എനിക്ക് എൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ എൻ്റെ ഒരു കേസേ എനിക്ക് വേണ്ട, അങ്ങനത്തെ ഒരു പണമേ എനിക്ക് വേണ്ട. മനസ്സിലായോ? എന്നെ ഇതിന് ചീത്ത പറയാനോ അല്ലെങ്കിൽ ഇതിന് വിമർശിക്കാനോ ഒന്നും വന്നേക്കരുത്. ഞാൻ അതിന് ശക്തമായിട്ട് ഞാൻ എതിർക്കും. ഞാനിത് നിങ്ങളുടെ കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്നാൽ ദിവസവും ഇന്ന് കൊലപാതകങ്ങളാണ്. സ്വന്തം അപ്പനെ, സ്വന്തം അമ്മയെ, സ്വന്തം മക്കളെ, കുഞ്ഞുമക്കളെ പ്രസവിച്ചിട്ട് ബാത്റൂമിലൊക്കെ വലിച്ചെറിഞ്ഞ് കൊല്ലുക കുഞ്ഞുങ്ങളെയൊക്കെ. എന്ത് ലോകമാണിത്? എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിക്കുക? യേശു ക്രിസ്തു ഇല്ലാത്തൊരു ജീവിതമാണ് ഈ ലോകത്ത്. ഇത് നടക്കുന്ന ഇതിലൊക്കെ നല്ലൊരു ഭാഗം ക്രിസ്തീയ കുടുംബങ്ങളിലാണ്. ഞാനിവിടെ ജാതി തിരിച്ചോ മതം തിരിച്ചോ ഒന്നുമല്ല പറയണത്. ഞാൻ കോമണായിട്ട് എല്ലാവരോടും പറയണം, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇങ്ങനൊരു ജീവിതമൊക്കെ അവസാനിക്കും. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, നിങ്ങൾ ഈ കൃപാസനവും ആ ആസനവും ഈ ആസനമൊക്കെ നിർത്തിയിട്ട് നിങ്ങളുടെ ഇടവക പള്ളിയിൽ പോവും. നിങ്ങളുടെ ഇടവക പള്ളി ചെല്ല്, അവിടെ പ്രാർത്ഥിക്കുക. അവിടെയുണ്ട് ഈ പറഞ്ഞ മാതാവിൻ്റെ രൂപം, അവിടെയുണ്ട് യോസേപ്പിതാവിൻ്റെ രൂപം, അവിടെയുണ്ട് യേശു ക്രിസ്തുവിൻ്റെ രൂപം. നിങ്ങൾ അവിടെ പ്രാർത്ഥിച്ച പോലെ നിങ്ങൾ എന്തിനാ കെട്ടി ഇല്ലാത്ത കാശ് മുടക്കി പോവുക? ഉപ്പ് മേടിക്കാനും മുളക് മേടിക്കാനും. ഇവിടെ പലചര കടയില്ലേ? അപ്പോൾ പലചര കടയിൽ നിന്ന് മേടിക്കുക, ഉപ്പ് മേടിക്കുക, മുളക് മേടിക്കുക, മണ്ണെണ്ണ മേടിക്കുക, വെളിച്ചെണ്ണ മേടിക്കുക, എന്നിട്ട് നിർത്തുക, പൂശി കുളിക്കുക. എന്ത് പണി ചെയ്യും? എന്തിനാ ഈ പോണേ, ഈ നശിക്കണേ, ഈ നാശത്തിലേക്ക് പോകണമെന്നാ? ആ വൈദികനെ പണ്ടേ നിർത്തേണ്ടതാണ്, സഭ തന്നെ നിർത്തേണ്ടതാണ്. എന്തോ ആ വൈദികന് ഉടുപ്പ് ഊരി പറഞ്ഞു വിടാൻ എന്തോ സഭ സമ്മതിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇതിൻ്റെ വീതം എല്ലാവർക്കും കിട്ടുമായിരിക്കും. കഷ്ടമാണ് കേട്ടോ, കഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു വിശ്വസിക്കുക. നിങ്ങളുടെ ഇടവക പള്ളിയിൽ പോയി നിങ്ങൾ ഒരു മണിക്കൂറൊന്ന് ഇരിക്കുക, ശാന്തമായിട്ടൊന്ന് ഇരിക്കുക. നിങ്ങളുടെ വേദനയെ ആ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് പങ്കുവയ്ക്കുക. അവിടെ നിന്ന് പരിഹാരം കിട്ടും. ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ഈ നാട് നശിക്കും, കുടുംബം നശിക്കും, മക്കൾ നശിക്കും. അതുകൊണ്ട് രക്ഷപ്പെടാനാണെങ്കിൽ നിങ്ങളതെല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഷെയറൊന്നും ചെയ്യേണ്ട, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. അവരെങ്കിലും രക്ഷപ്പെടട്ടെ, കേൾക്കട്ടെ. ഇത് വൈദികർ കേൾക്കുകയാണെങ്കിൽ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ഞായറാഴ്ച ദിവസങ്ങളിൽ ആ വായിക്കുന്ന ബൈബിൾ ഭാഗം ഒന്ന് നല്ല രീതിയിൽ വ്യാഖ്യാനിച്ച് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറാവുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, കർത്താവിലേക്ക് അടുപ്പിക്കുക, യേശുവിലേക്ക് അടുപ്പിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അതിന് ഞാൻ നിങ്ങളാരെയും എന്താ പറയുക പഠിപ്പിക്കുന്നതല്ല കേട്ടോ. എനിക്ക് ഈശോ തരുന്ന ഒരു അറിവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെ. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ കേൾക്കുക, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ചെയ്യാമെങ്കിൽ ചെയ്യുക. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.